നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഞെട്ടിക്കൊണ്ട് എന്തോ എന്ന് പറയേണ്ട ഒരു സാഹചര്യം വരികയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവൻ്റെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിച്ചതിന് ശേഷം പുറത്തിറങ്ങാൻ കഴിയാത്തൊരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് എത്രത്തോളം ഭീതിപ്പെടുത്തുന്നതാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവൻ്റെ ഡ്യൂട്ടിയിൽ യൂണിഫോം അണിഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൃത്യമായി തന്നെ സ്റ്റേറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥൻ സ്റ്റേറ്റിന് വേണ്ടി അനധികൃതമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഗുണ്ടാവിളയാട്ടം നടത്തിയ SFI പിള്ളേരെ അടിക്കുക അല്ലെങ്കിൽ അടിച്ചോട്ടിക്കുക എന്നൊക്കെ പറയുന്നത് സാധാരണ പോലീസിൻ്റെ പരിപാടി തന്നെയാണ്, അല്ലെങ്കിൽ പോലീസിൻ്റെ നടപടി തന്നെയാണ്, ഡ്യൂട്ടി തന്നെയാണ്. അത് മാസങ്ങൾക്ക് ശേഷം അതിൻ്റെ വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് കുടുംബസമേതം ആ പോലീസ് ഉദ്യോഗസ്ഥൻ എവിടേക്കെങ്കിലും ഇറങ്ങുമ്പോൾ അദ്ദേഹത്തെ വളഞ്ഞിട്ടടിക്കുക എന്ന് പറയുന്ന ഒരു സംഭവവികാസം നമ്മുടെ നാട്ടിൽ അരങ്ങേറിയാൽ പോലീസുകാർക്കും സുരക്ഷയില്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. നീതിയും നിയമവും നോക്കുകുത്തിയാക്കി നിന്ന കാഴ്ചയാണ് കേരളം കഴിഞ്ഞ ദിവസം കണ്ടത്. സഹോദരിക്കൊപ്പം മാളിലെത്തിയ AR ക്യാമ്പിലെ പോലീസുകാരൻ മിഥുൻ റോയിയെ SFI ഗുണ്ടകൾ വളഞ്ഞിട്ട് തല്ലിയ സംഭവത്തിൽ മർദ്ദനമേറ്റ ഉദ്യോഗസ്ഥനും സഹോദരിക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത സേനയ്ക്കുള്ളിൽ വൻ പ്രതിഷേധത്തിന് തീ കൊളുത്തിയിരിക്കുകയാണ്. അന്ന് SFIക്കാരോടൊപ്പം പെൺകുട്ടികൾ ഇല്ലാതിരുന്നത് ഭാഗ്യം, അല്ലെങ്കിൽ പോലീസുകാരനെതിരെ ബലാത്സംഗത്തിന് വരെ കേസെടുത്തേനെ എന്ന പരിഹാസവും അമർഷവുമാണ് പോലീസ് ഗ്രൂപ്പുകളിൽ അണപ്പൊട്ടിയിരിക്കുന്നത്. രാഷ്ട്രീയ സമ്മർദ്ദം പോലീസിനെ വഴിതെറ്റിക്കുന്നതിന് തെളിവാണ് ഈ കേസ്. രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി ഉന്നതങ്ങളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് പോലീസുകാരനെതിരെ കേസെടുത്തത് എന്നാണ് ആക്ഷേപം. പുതുവത്സര രാത്രിയിൽ ശംഖുമുഖത്ത് നിയമലംഘനം നടത്തിയ SFIക്കാരെ നേരിട്ടതിലുള്ള പകപോക്കലാണ് മാളിൽ നടന്ന ആസൂത്രിത മർദ്ദനം. മിഥുനെ പിന്തുടർന്ന് അസഭ്യം പറയുന്നതും നിന്റെ തിളപ്പ് മാറിയോടാ എന്ന് ചോദിച്ച വെല്ലുവിളിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. നിലത്തിട്ട് ചവിട്ടിയിട്ടും പരാതി നൽകാൻ വഞ്ചിയൂർ സ്റ്റേഷനിലെത്തിയ മിഥുനെ അവഗണിച്ച പോലീസ് ഒടുവിൽ കേസെടുത്തത് വെറും നിസ്സാര വകുപ്പുകൾ ചുമത്തിയാണ്. എന്നാൽ SFIക്കാർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മിഥുനും സഹോദരിക്കുമെതിരെ കൊലപാതക ശ്രമത്തിന് തുല്യമായ വകുപ്പുകൾ ചുമത്താൻ പോലീസ് ഒട്ടും മടിച്ചതേയില്ല. തങ്ങളുടെ സഹപ്രവർത്തകൻ നടുറോഡിൽ തല്ലുകൊള്ളുകയും കള്ളക്കേസിൽ കുടുങ്ങുകയും ചെയ്തിട്ടും പോലീസ് സംഘടനകൾ പുലർത്തുന്ന മൗനമാണ് താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. യൂണിഫോം ഇട്ട പോലീസുകാരനെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിട്ടും രാഷ്ട്രീയ യജമാനന്മാരെ ഭയന്ന് കണ്ണടയ്ക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ നടപടി പോലീസിന്റെ മനോവീര്യം തകർക്കുന്നതാണ്. അധികാരം കയ്യിലുള്ളവർക്ക് എന്തുമാകാമെന്ന അവസ്ഥാവിശേഷം പോലീസിനുള്ളിൽ വൻ പൊട്ടിത്തെറിക്ക് വഴിയൊരുക്കുകയാണ്. രാഷ്ട്രീയ അടിമകളായി മാറുന്ന സംഘടനകൾക്കെതിരെയും ഭരണഘടനാ ഭീകരതയ്ക്കെതിരെയും വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാകുമെന്നാണ് ഉറപ്പാണ്. പോലീസുകാരനെ SFI പ്രവർത്തകർ കൂട്ടം ചേർന്ന് ആക്രമിച്ചത് ആസൂത്രിതമായിട്ട് തന്നെയാണ്. മാളിലെത്തിയ AR ക്യാമ്പിലെ ഉദ്യോഗസ്ഥനായ മിഥുൻ റോയിയെ പിന്തുടർന്ന് അസഭ്യം പറയുകയും വെല്ലുവിളിക്കുകയും ചെയ്തത് ശേഷമാണ് SFI പ്രവർത്തകർ ആക്രമിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥനെ താഴെയിട്ട് മർദ്ദിച്ചതിനു ശേഷം തൊഴിക്കുകയായിരുന്നു. പ്രതിരോധിക്കാൻ പോലീസുകാരൻ ശ്രമിച്ചെങ്കിലും 4 SFI പ്രവർത്തകർ കൂട്ടമായി ആക്രമിച്ചതോടെ താഴെ വീണു കിടക്കുമ്പോഴും മർദ്ദിക്കാനായിരുന്നു ശ്രമം. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ SFI പ്രവർത്തകർ പകർത്തുകയും ചെയ്തു. ഇതിനിടെ മാളിലുണ്ടായിരുന്നവർ ആരോ പകർത്തിയ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തു. എന്തായാലും ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. മാളിലെത്തിയ സമയം മുതൽ പോലീസുകാരനെ പിന്തുടർന്ന് വെല്ലുവിളിച്ചുകൊണ്ടിരുന്നു SFI പ്രവർത്തകർ ആക്രമിച്ചത്. നിന്റെ തിളപ്പ് മാറിയോ, പേടിയാണോ, എന്താടാ നിനക്കൊക്കെ നിനക്കിപ്പോൾ അടിക്കണ്ടേ, അടിയടാ, നിന്റെ അടുത്താണ് ചോദിക്കുന്നത്, എന്താ പേടിയോ, അവിടെ കിടന്ന് ഭയങ്കര ഷോ ആയിരുന്നല്ലോ, ഇപ്പോൾ പേടിയോ, നിനക്കല്ലായിരുന്നോ കാണുന്നവരെ ഒക്കെ അടിക്കേണ്ടത്, അടിയടാ, നിന്റെ അടുത്താണ് ചോദിക്കുന്നത്, എന്താടാ ഓടുന്നത്, പേടിയോ എന്ന് ചോദിച്ചുകൊണ്ടാണ് SFI പ്രവർത്തകർ കൂട്ടമായി പോലീസുകാരന് പിന്നാലെ നടന്നു പോകുന്നതും പിന്നീട് ആക്രമിക്കുന്നതും ദൃശ്യങ്ങളിലുള്ളത്. ആക്രമണം നേരിട്ടതിന് പിന്നാലെ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലെത്തി മിഥുൻ റോയ് പരാതി നൽകിയെങ്കിലും കേസെടുക്കാൻ പോലീസ് വിസമ്മതിച്ചു എന്നാണ് വിവരം. പിന്നീട് പോലീസ് സേനയിലെ സഹപ്രവർത്തകരും മുതിർന്ന ഉദ്യോഗസ്ഥരും ഇടപെട്ടാണ് കേസ് എടുത്തത്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയായിരുന്നു കേസ്. അതേസമയം SFI പ്രവർത്തകരെ ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചെന്ന പേരിൽ മർദ്ദനമേറ്റ പോലീസുകാരനെതിരെയും കേസെടുത്തു. SFI പ്രവർത്തകർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മിഥുൻ റോയ്ക്കെതിരെയും കേസ് എടുത്തത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. പോലീസുകാരനൊപ്പം ഉണ്ടായിരുന്ന സഹോദരിയെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. ഉന്നത നിർദ്ദേശപ്രകാരമാണ് ഈ കേസെടുത്തിരിക്കുന്നത്. പോലീസുകാരന് പൊതു ഇടത്ത് മർദ്ദനം ഏറ്റതിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചിട്ടും കേസെടുക്കാൻ വിസമ്മതിക്കുകയും മർദ്ദനമേറ്റ പോലീസുകാരനെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി കേസെടുക്കുകയും ചെയ്തതിൽ പോലീസ് സേനയ്ക്കുള്ളിൽ കടുത്ത പ്രതിഷേധം ശക്തമാണ്. പോലീസ് സേനയിലെ വിവിധ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലെ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. കുടുംബത്തോടൊപ്പം മാളിലെത്തിയ
മാളിലെത്തിയ പോലീസുകാരനെയാണ് SFI പ്രവർത്തകർ മർദ്ദിച്ചത്. പുതുവത്സര രാത്രിയിൽ ശംഖുമുഖത്ത് സമയപരിധി കഴിഞ്ഞിട്ടും DJ പാർട്ടി നടത്തിയതിനെ ചൊല്ലി SFIക്കാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. അന്ന് SFIക്കാരെ തല്ലിയ പോലീസ് സംഘത്തിൽപ്പെട്ടയാളാണ് മിഥുൻ റോയ്. അതിനുള്ള പ്രതികാരമാണ് മാളിലെ തല്ലെന്നാണ് മിഥുൻ റോയിയുടെ പരാതി.